വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മലപ്പുറം തിരൂരിൽ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ ലോറിയിൽ കുടുങ്ങിയ ആളുടെ മൃതദേഹം പുറത്തെടുത്തു. മരിച്ചത് ലോറിയിലെ ക്ലീനറായ മുസ്തഫ. പുറത്തെടുക്കാനായത് അപകടം നടന്ന 7 മണിക്കൂറുകൾക്ക് ശേഷം. ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. മുസ്തഫയെ പുറത്തെടുത്തത് ക്യാബിൻ വെട്ടിപ്പൊളിച്ച്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ വിശദീകരണവുമായി വണ്ടാനം മെഡിക്കൽ കോളേജ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുഷ ആശുപത്രിയിലെത്തിയത് കഴിഞ്ഞ ദിവസം. ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ ആവശ്യപ്പെട്ടിട്ടും മടങ്ങി. ശസ്ത്രക്രിയയിൽ ഉണ്ടായത് ഗുരുതര പിഴവെന്നും മെഡിക്കൽ കോളേജ്. ശസ്ത്രക്രിയ നടത്തിയത് താനല്ലെന്ന ഗൈനക്കോളജി വകുപ്പ് മുൻ മേധാവി ഡോക്ടർ ലളിതാംബിക. പുന്നപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക നീക്കാൻ കൊച്ചി അമൃത ആശുപത്രിയിൽ നാളെ ശസ്ത്രക്രിയ നടത്തും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക കുടുങ്ങിയതിൽ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി. സർവീസിലുള്ളവരെ സസ്പെൻഡ് ചെയ്യും. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന VD സതീശൻ. വണ്ടാനം മെഡിക്കൽ കോളേജ് മേധാവികളുടെ വാർത്താ സമ്മേളനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സംസ്ഥാനത്ത് തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടികയിലുള്ളത് 2.69 കോടി വോട്ടർമാർ. കരട് പട്ടികയിൽ നിന്ന് ഒഴിവായത് 53,229 പേർ. വോട്ടർമാർക്ക് ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കട്ടിളപ്പാളി കേസിൽ. ജാമ്യം അറസ്റ്റിലായി 90 ദിവസമായി കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചാൽ പത്മകുമാറിന് പുറത്തിറങ്ങാം. സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സർക്കാരിനെതിരെ തന്ത്രി കണ്ഠര് രാജീവ്. അറസ്റ്റിന് കാരണം ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതിൽ സർക്കാരിനുള്ള പക. തന്ത്രിയുടെ ആരോപണം. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ തെളിവില്ലാതെ തന്ത്രിയെ ജയിലിലിട്ടതിന് SIT മറുപടി പറയണമെന്ന് VD സതീശൻ. ശബരിമല യുവതീ പ്രവേശനത്തിന് എതിരായ സമരത്തിൽ 1587 കേസുകൾ പിൻവലിക്കാനുണ്ടെന്ന സർക്കാർ. തുടർ നടപടികൾ ഒഴിവാക്കാനും പിൻവലിക്കാനും കോടതിയിൽ അപേക്ഷ നൽകിയത് 1047 കേസുകൾ. 692 കേസുകൾ കോടതിയുടെ പരിഗണനയിലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ സെപ്റ്റംബർ 16-ന് AP അനിൽകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിയത് 2 ദിവസം മുമ്പ്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നാളെ പണിമുടക്കും. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യം. 7 വർഷമായി ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. 3 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന നിയമം അട്ടിമറിച്ചെന്നും അസോസിയേഷൻ. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. സസ്പെൻഷനിലുള്ള 6 DYSPമാരെ തിരിച്ചെടുക്കുന്നതിൽ നിബന്ധന വെച്ച DGP. തുടർ നടപടികൾക്ക് തടസ്സമാകരുത്. ഇക്കാര്യം ഉറപ്പ് വരുത്തണമെന്നും ആഭ്യന്തര വകുപ്പിനോട് സംസ്ഥാന പോലീസ് മേധാവി. തിരിച്ചെടുക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടി. ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10 ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ ആണവ വ്യവസ്ഥകൾ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ മോശം കാര്യം സംഭവിക്കും. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നും ട്രംപ്. വാർത്തകൾ വിശദമായി. മലപ്പുറം തിരൂരിൽ മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സഹായി മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, ഈ മണിക്കൂറുകൾ നീണ്ട ശ്രമം വിഫലമായിരിക്കുകയാണ്.
ഇപ്പോൾ മുസ്തഫയുടെ മൃതദേഹം പുറത്തെത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതേ ദീപ്തി, 7 മണിക്കൂർ നീണ്ട ശ്രമം വിഫലമായെന്ന് തന്നെ പറയാം. മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. ഇന്ന് ഉച്ചയോടെ ഏകദേശം ഒരു 1:10 കൂടിയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. ഈ നിത്യോപയോഗ സാധനങ്ങൾ കയറ്റി വന്ന മിനി ലോറി ഈ 65 അടിയോളം താഴ്ചയുള്ള ഈ ക്വാറിയിലേക്ക് മറിയുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ശേഷം ഈ ലോറിയും അതുപോലെ തന്നെ ലോറിക്കുള്ളിൽ ഈ സഹായിയായിട്ടുള്ള മുസ്തഫയും കുടുങ്ങിപ്പോവുകയായിരുന്നു. ഏകദേശം ഒരു 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ലോറി പുറത്തെടുത്തത്. ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മുസ്തഫയുടെ മൃതദേഹം. ഈ ഹൈഡ്രോളിക് കട്ടറൊക്കെ ഉപയോഗിച്ച് ഈ ക്യാബിൻ മുറിച്ചു മാറ്റിയാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഏകദേശം 7 മണിക്കൂർ നീണ്ട ശ്രമം വിഫലമായെന്ന് തന്നെ പറയാം. മുസ്തഫയെ രക്ഷിക്കാനായില്ല. ഈ ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ സ്കൂബ ടീമും അതുപോലെ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ഊർജിതമാക്കിയ ഒരു നിലയിലായിരുന്നു. എന്നാൽ 7 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ഈ മുസ്തഫയെ രക്ഷിക്കാനായില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. 7 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ലോറി ഈ ക്വാറിക്കുള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു. നിരവധി തവണ റോപ്പ് ഉപയോഗിച്ച് ഈ ലോറി കെട്ടിയെങ്കിലും അത് ഈ കയറ് വലിയുന്നതിനാൽ ഈ രക്ഷാദൗത്യം വളരെയധികം ദുഷ്കരമായിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും ഈ കയറ് ലോറിയിൽ കെട്ടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നു. ഏകദേശം ഒരു 5ാം ശ്രമത്തിലാണ് ഈ ലോറിക്കുള്ളിൽ കുരുക്കിടാനായത്. പിന്നീട് ലോറി പതിയെ വലിച്ച് കയറ്റുകയായിരുന്നു, മുകളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് ഈ ക്യാബിനുള്ളിൽ കുടുങ്ങിയ മുസ്തഫയെ പുറത്തെത്തിക്കുകയായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ക്യാബിൻ മുറിച്ചു മാറ്റിയാണ് ഇത്തരത്തിൽ മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഈ ക്യാബിൻ വളരെയധികം നെരുങ്ങിയ നിലയിലായിരുന്നു. ഈ ക്യാബിൻ വളരെ നെരുങ്ങിയ നിലയിലായിരുന്നു. അപ്പോൾ ഹൈഡ്രോളിക് കട്ടറൊക്കെ കൊണ്ടുവന്ന് അതുപയോഗിച്ച് ക്യാബിൻ മുറിച്ചു മാറ്റിയാണ് മുസ്തഫയുടെ മൃതദേഹമൊക്കെ തന്നെ പുറത്തെടുത്തത്. ഈ അപകടത്തിന് പിന്നാലെ തന്നെ ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ജാഫറിനെ ഉടൻ തന്നെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ഈ സഹായിയായിട്ടുള്ള മുസ്തഫ ഈ ഒരു ക്യാബിനുള്ളിൽ കുടുങ്ങി പോവുകയായിരുന്നു. ലോറി പുറത്തെത്തിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇത്തരത്തിൽ മുസ്തഫയുടെ ജീവനും രക്ഷിക്കാൻ പറ്റായത്. കാരണം 65 അടിയോളം താഴ്ചയുള്ള ഈ ഒരു ക്വാറിയിലേക്കാണ് ഈ ഒരു ലോറി മറിഞ്ഞത്. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ദുഷ്കരമായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ തന്നെ ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമാവുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം ഏകദേശം ഒരു 7 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ലോറി ഉയർത്താൻ പോലും കഴിഞ്ഞത്. ശേഷം ലോറി പതിയെ ഉയർത്തിയ ശേഷം ഈ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഈ ക്യാബിൻ മുറിച്ചു മാറ്റിയതിനു ശേഷം മുസ്തഫയെ പുറത്തെത്തിക്കുകയായിരുന്നു. എന്തായാലും 7 മണിക്കൂർ നീണ്ട ഒരു രക്ഷാപ്രവർത്തനം വിഫലമായിരിക്കുകയാണ്. മുസ്തഫയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദീപ്തി. ശരി, ഏതായാലും മലപ്പുറം തിരൂരിലാണ് ഇത്തരത്തിൽ മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ഡ്രൈവറെ രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ സഹായിയായ മുസ്തഫയുടെ മൃതദേഹം ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പുറത്തെത്തിക്കുകയായിരുന്നു. ഇന്ന് 1 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിനുശേഷം 7 മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെത്തിക്കാൻ സാധിച്ചത്. അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ വിശദമായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുന്നപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ വിശദീകരണവുമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. 2021 മെയ് 15-നാണ് ശസ്ത്രക്രിയ നടന്നത്. 2 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ല. പുറത്ത് നടത്തിയ പരിശോധനയിൽ കത്രിക കണ്ടെത്തിയതിന് ശേഷമാണ് ഉഷ ആശുപത്രിയിലെത്തിയത്. അപ്പോൾ തന്നെ വിശദമായ പരിശോധന നടത്തിയ ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ചില അസൗകര്യങ്ങൾ ഉണ്ടെന്നും പിന്നീട് വരാമെന്നും പറഞ്ഞ് പോവുകയായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പത്മകുമാർ പറഞ്ഞു. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ RMO ഡോക്ടർ ലക്ഷ്മി നേതൃത്വത്തിൽ 4-അംഗ സമിതി രൂപീകരിച്ചതായും ഡോക്ടർ ബി പത്മകുമാർ പറഞ്ഞു.
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുന്നപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതിൽ ആരോപണം നിഷേധിച്ച് ആരോപണ വിധേയായ ഡോക്ടർ ലളിതാംബിക. ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത് താനല്ല, ഓപ്പറേഷൻ നടന്ന സമയത്ത് താൻ കോവിഡുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു. സിസ്റ്റത്തിന്റെ തകരാറാണ് വീഴ്ചയ്ക്ക് കാരണം. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഉപകരണങ്ങളുടെ എണ്ണം എടുക്കണം. എന്നാൽ ജീവനക്കാർ കുറവായതിനാൽ സർക്കാർ ആശുപത്രികളിൽ ഇത് നടക്കാറില്ല. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതെന്ന് പറയാൻ കഴിയില്ല. അതിനു മുമ്പും ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. 5 അല്ല 50 വർഷം ശസ്ത്രക്രിയ ഉപകരണം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പവുമില്ല. മൂത്രത്തിൽ കല്ലുണ്ടായതിനാലാണ് വേദന ഉണ്ടായത്. താൻ രോഗികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാറില്ലെന്നും ഡോക്ടർ ലളിതാംബിക പറഞ്ഞു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചികിത്സാ പിഴവ് വിദഗ്ധ സംഘം അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറും. കുറ്റം ചെയ്തവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ സർവീസിലുള്ളവരെ സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി. സംഭവത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. സംഭവത്തിൽ ഡോക്ടർക്കും നഴ്സിനും ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കേരളത്തിൽ ഒരു സംഭവമല്ല ഉണ്ടായിരിക്കുന്നത്, നിരവധി സംഭവങ്ങളാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊക്കെ വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടും, ആ റിപ്പോർട്ട് മേടിച്ചു വയ്ക്കും. അത് തന്നെ ഇപ്പോൾ വോള്യങ്ങൾ ഉണ്ടാവും. പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. ആശുപത്രിയുടെ അനാസ്ഥകാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണിത്. ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാർ ആശുപത്രികളുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടാകുമ്പോൾ ആ പാവങ്ങളെ സഹായിക്കണ്ടേ? സാധാരണക്കാരായ മനുഷ്യരാണ്. അവരോട് ഒരു ദയയും കാണിക്കാതെ ഉള്ള സമീപനമാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ പുന്നപ്ര സ്വദേശി ഉഷയുടെ ശസ്ത്രക്രിയ നാളെ കൊച്ചി അമൃത ആശുപത്രിയിൽ നടക്കും. ഉഷയുടെ CT സ്കാൻ പൂർത്തിയായി. 5 വർഷം മുമ്പ് നടത്തിയ ശസ്ത്രക്രിയയിൽ വയറ്റിൽ കുടുങ്ങിയ കത്രിക കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. വിവരങ്ങൾ വിനയരാജ് നൽകും. അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉഷയുടെ ശസ്ത്രക്രിയ നാളെ നടക്കുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. രാവിലെ CT സ്കാൻ അടക്കം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ CT സ്കാൻ നടത്തിയതിനു ശേഷം മാത്രമേ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ സാധിക്കൂ എന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ CT സ്കാൻ അടക്കം തന്നെ ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ റിപ്പോർട്ട് ഫലം അടക്കം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏത് പൊസിഷനിലാണ് ഈ ശസ്ത്രക്രിയ ഉപകരണം ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം നാളെയാണ് ശസ്ത്രക്രിയ നടത്തുക എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ ആരോഗ്യമന്ത്രി ഉഷയുടെ മകനെ വിളിച്ചു എന്നും പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ ഉഷയുടെ ചികിത്സാ ചിലവ് മുഴുവനായും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ കർശന നടപടി ഉണ്ടാകും. ഈ പ്രതികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും കുടുംബത്തെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു ആരോപണമുണ്ടായി വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഒരു ആരോപണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി തങ്ങളെ വിളിച്ചില്ല എന്ന് ഉഷയുടെ മകൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഈ കുടുംബത്തെ വിളിക്കുകയും ഈ ചിലവ് മുഴുവൻ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിലവ് മുഴുവൻ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നൊരു അറിയിപ്പും നൽകിയിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഏകദേശം 5 വർഷത്തോളമായി ഈ വയറ്റിൽ കത്രിക കുടുങ്ങിക്കിടക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത പുറം ലോകം അറിയുന്നതും. ഇന്നലെ രാത്രിയോടെയാണ് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ ഇന്ന് കോൺഗ്രസ് നേതാക്കളടക്കം തന്നെ ഈ ആശുപത്രി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആശുപത്രി സന്ദർശിച്ചു.
സന്ദർശിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിനടക്കം തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയ കാര്യം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്, ചികിത്സാ ചിലവിന്റെ കാര്യം അടക്കം തന്നെ സംസാരിച്ചു എന്നടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി അടക്കം തന്നെ വിളിക്കുകയും ഈ കുടുംബത്തെ വിളിക്കുകയും ചികിത്സാ ചിലവിന്റെ കാര്യം അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ കുടുംബം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ ആശുപത്രി അധികൃതർ വിളിക്കുകയും പുറം ലോകത്തെ ഈ വാർത്ത പറയരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ആരോപണം അപ്പാടെ തള്ളിക്കൊണ്ട് വണ്ടാനം ആശുപത്രി സൂപ്രണ്ട് അടക്കം തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ നേരത്തെ ഡോക്ടർ ലളിതാംബിക വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, താനല്ല ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ള കാര്യം, തനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ആരോഗ്യമന്ത്രി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഹർഷിനെയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഡോക്ടർ ഹർഷിതയാണ് ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഹർഷിത അടക്കം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തനിക്ക് ഓർമ്മയില്ല ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് താനാണോ എന്ന് ഓർമ്മയില്ല, പക്ഷേ മെഡിക്കൽ രേഖകളിൽ തന്റെ പേരാണെങ്കിൽ താൻ തന്നെയായിരിക്കും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടാവുക. ഈ മെഡിക്കൽ കോളേജുകളിൽ ഒന്നും തന്നെ ആവശ്യത്തിനുള്ള ആളുകളില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം 4 അംഗ സംഘത്തെ നിയോഗിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല എന്നത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മുൻപും ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ മെഡിക്കൽ കോളേജുകൾക്കെതിരെ പരാതിയുമായി നിരവധി പേർ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിപ്പോൾ, അല്ലെങ്കിൽ ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഉഷ എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും ഉഷയുടെ ശസ്ത്രക്രിയ നാളെ നടത്തുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം. ആരോഗ്യ കേരളം ഒന്നാമതെന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ബോർഡുകൾ സ്ഥാപിച്ച് മുന്നോട്ടു പോകുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പിഴവുകൾ തുടരെ ഉണ്ടാവുകയാണെന്ന് ഷാനിമോൾ ഉസ്മാൻ. ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ പിഴവുകളെ ലാഘവത്തോടെ കാണുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ആരോഗ്യ കേരളം ഒന്നാമത് എന്ന് പറഞ്ഞുകൊണ്ട് കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ച് കേരളത്തിലെ സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ പിഴവുകൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ട് ഹർഷിനയുടെ വയറിനകത്ത് 12 സെൻറ്റിമീറ്റർ നീളമുള്ള കത്രിക വെച്ചാണ് ആ പെൺകുട്ടിക്ക് ജീവിക്കേണ്ടതായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പിഴവുകളെ സംബന്ധിച്ച് പറയുമ്പോഴും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പിഴവുകളെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന സർക്കാർ സംവിധാനത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി വിദഗ്ധ ചികിത്സ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തന്നെ അവർ പറഞ്ഞതനുസരിച്ച് ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു യൂറോളജിസ്റ്റിനെ കഴിഞ്ഞ ദിവസം പോയി കാണുമ്പോഴാണ് ഒന്ന് സ്കാൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ടാകുന്നത്. സ്കാൻ ചെയ്തപ്പോഴാണ് അവരുടെ ശരീരത്തിനകത്ത് ഇങ്ങനെ ഒരു കത്രിക സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർ പോലും തിരിച്ചറിയുന്നത്. അവരാ ഞെട്ടലിൽ നിന്നും അവർക്ക് ഇപ്പോഴും മാറാൻ കഴിഞ്ഞിട്ടില്ല. അവർ വല്ലാത്ത പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ കിടക്കുന്നത്. തുടർച്ചയായി ചികിത്സാ പിഴവ് റിപ്പോർട്ട് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ പിഴവെന്ന യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ. രോഗികളുടെ എണ്ണത്തിന് അനുപാതകമായി നഴ്സുമാർ ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുകയാണ് വേണ്ടതെന്നും നഴ്സുമാരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും UNA ആരോപിച്ചു. വളരെ കുറച്ച് ജീവനക്കാർ വെച്ചിട്ടാണ് പരമാവധി പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലായിടത്തേക്കും ഓടിയെത്തുക എന്നുള്ളത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അതായിരിക്കാം സുപ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും സിസ്റ്റം തന്നെയാണ് പ്രശ്നം. സിസ്റ്റം മാറാതെ നമ്മൾ അതിന് മുകളിലേക്ക് എന്ത് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല. വീണ്ടും വീഴ്ചകൾ സംഭവിക്കും, വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മാത്രം അതിന് മുകളിൽ നമ്മൾ സിമെൻ്റ് എടുത്ത് തേച്ചിട്ട് കാര്യമില്ല. അത് വളരെ കൃത്യമായി തീരണമെങ്കിൽ യഥാർത്ഥത്തിൽ നഴ്സ് രോഗി അനുപാതം, അല്ലെങ്കിൽ രോഗികൾക്ക് ആനുപാതികമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ഉണ്ടാവണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ.
സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. 53,229 പേർ കരട് പട്ടികയിൽ നിന്ന് ഒഴിവായി. ഡിസംബർ 23-നാണ് സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഈ പട്ടികയിൽ പരാതിയിൽ സ്വീകരിക്കുകയും ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിനും ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുന്നത്. മരിച്ചവരെയും വിദേശ പൗരത്വം നേടിയവരെയും നിശ്ചിത സ്ഥലത്ത് നിന്നും താമസം മാറിയവരെയും ഒഴിവാക്കിയാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. വോട്ടർമാർക്ക് ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ടെന്നും പരാതിയുള്ളവർക്ക് അപ്പീൽ നൽകാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ പറഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 90 ദിവസത്തെ റിമാൻഡ് പൂർത്തിയായതോടെയാണ് പത്മകുമാർ സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. വിവരങ്ങൾ ആന്റണി ജോർജ് നൽകും. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇപ്പോൾ പത്മകുമാറിന് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളി സ്വർണ്ണപ്പാളി കേസിലാണ്. ഇനി ഒരു കേസിൽ കൂടി ജാമ്യം ലഭിക്കാനുണ്ട്. ആ കേസിൽ ജാമ്യം ലഭിച്ചാൽ പത്മകുമാറിന് ജയിലിന് പുറത്തേക്ക് പോകാം. അത് ദ്വാരപാലക ശില്പപാളി കേസാണ്. അത് അടുത്ത ആഴ്ചയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിട്ട് 90 ദിവസം പൂർത്തിയാകൂ. അപ്പോൾ മാത്രമായിരിക്കും സ്വാഭാവിക ജാമ്യത്തിന് പത്മകുമാർ ആ കേസിൽ യോഗ്യനാവുക. നിലവിൽ ഈ കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് 90 ദിവസം പിന്നിട്ടത്. അതുകൊണ്ടാണ് ആ കേസിൽ സ്വാഭാവിക ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി അനുവദിച്ചത്. ഇനിയിപ്പോൾ മറ്റേ കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതോടുകൂടി പത്മകുമാറിന് ജയിലിന് പുറത്തേക്ക് പോകാൻ കഴിയും. നമുക്കറിയാവുന്ന പോലെ 2019 ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുമ്പോൾ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് എ പത്മകുമാർ എന്ന് പറയുന്നത്. അന്ന് ഈ ചെമ്പുപാളി എന്നടക്കം എഴുതി ഇതിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്ത് വിടാനുള്ള വഴിയൊരുക്കിയത് പത്മകുമാറാണ് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. സ്വന്തം കൈപ്പടയിൽ മിനിറ്റ്സ് അടക്കം തിരുത്തി എന്ന് SIT കണ്ടെത്തിയിരുന്നു. പക്ഷേ പത്മകുമാറിന്റെ വാദം എന്ന് പറയുന്നത് തനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ഇതിലൊക്കെ പങ്കുണ്ട്, എല്ലാം കൂട്ടായ തീരുമാനമാണ് എന്നുള്ള വാദമാണ് ജാമ്യാപേക്ഷകളിൽ ഉടനീളം പത്മകുമാർ ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാതെ 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ 6ാമത്തെ പ്രതിയാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ 5 പേർ നേരത്തെ തന്നെ സ്വാഭാവിക ജാമ്യം നേടി ഇറങ്ങിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ N വാസുവും അടക്കമുള്ളവരാണ് അങ്ങനെ ഇറങ്ങിയത്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് അല്ലാതെ 41 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ഈ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഈ SITയുടെ ആരോപണങ്ങളിൽ കഴമ്പില്ല അല്ലെങ്കിൽ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഏതായാലും പത്മകുമാറിന് അടുത്ത ആഴ്ചയോടുകൂടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. അതേപോലെ തന്നെ ഈ കേസിൽ അന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീക്ക് ഇപ്പോൾ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ കൊല്ലം വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും അടക്കം ജാമ്യം നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും ഇപ്പോൾ ജയശ്രീക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്, മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായെടുക്കും. ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. കാലം മാറും, ഡിസൈൻ മാറും, പക്ഷെ സ്വർണത്തിനോടുള്ള പ്രണയം എന്നും ഒരുപോലെ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. BAS ഹോൾമാർക്ക് സ്വർണം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റൈലിഷ് ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈൻസിലും. മാത്രമല്ല, ഡയമണ്ട്സുകൾക്കായി TPRന്റെ സ്വന്തം ബ്രാൻഡായ TPR വജ്രയിലൂടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ ഓരോ ഓർമ്മകളും സ്വർണം പോലെ തിളങ്ങട്ടെ. പൊന്നിൽ തീർത്ത പരിശുദ്ധി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മഴ കനത്തിരിക്കുവാണല്ലേ? മുറ്റം വരെ വെള്ളം കയറിയിട്ടുണ്ട്. പേടിക്കണ്ട, നമ്മുടെ നാടല്ലേ, എല്ലാരും ഉണ്ടല്ലോ.
സംസ്ഥാനം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് അനുഭവിച്ചത്. എന്നാൽ അത്തരമൊരു കെടുതിയെ മറികടക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. അപ്പൊ മോള് ജനിച്ചിട്ടില്ലായിരുന്നു. അത് വേറൊരു കഥയാണ്. നാട്ടിലെ ബന്ധുമിത്രാദികളുടെ കാര്യമോർത്ത് ആശങ്കപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ടതില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായി ഇടപെടാനുള്ള സംവിധാനം സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ കഥ മോക്കറിയാലോ. ഇത്രയൊക്കെ നമ്മൾ തരണം ചെയ്തില്ലേ, ഇതും നമ്മൾ നേരിടും. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിന് കാരണം യുവതീ പ്രവേശനത്തിന് എതിരായി താനെടുത്ത നിലപാടിലുള്ള പകയെന്ന് തന്ത്രി കണ്ഠരര് രാജീവര്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യം തേടി നൽകിയ ജാമ്യ ഹർജിയിലാണ് തന്ത്രിയുടെ ആരോപണം. ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിൽ ഹർജിക്കാരൻ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഭരണകക്ഷിയുടെ നിർദ്ദേശപ്രകാരം ഏതാനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം സുഗമമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അന്നത്തെ ക്ഷേത്രം തന്ത്രിയായിരുന്ന താൻ തടഞ്ഞിരുന്നു. ഈ നിലപാട് സ്വീകരിച്ചതിന് ഭരണ മുന്നണിയിലെ സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നും പരസ്യമായി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും തന്ത്രി പറയുന്നു. കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് തന്ത്രിയുടെ വാദങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയുള്ള കോടതി ഉത്തരവ് ഗൗരവതരമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു തെളിവുമില്ലാതെ തന്ത്രിയെ ജയിലിലിട്ടത് എന്തിനാണെന്ന് SIT പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം? എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്? ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഈ അന്വേഷിക്കുന്ന കേസ് സൂപ്പർവിഷൻ ഡിവിഷൻ ബെഞ്ചിന്റെയാണ്. ആ ഡിവിഷൻ ബെഞ്ച് ഗൗരവതരമായി എന്തുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അന്വേഷിക്കണം. ആ SIT പൊതുസമൂഹത്തോട് പറയണം. അല്ല, അതേ ഞങ്ങൾ പറഞ്ഞല്ലോ, ശബരിമല സ്വർണ്ണക്കേസ് പോകുന്നത് ഒരു തെളിവുമില്ലാതെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങി, മനസ്സിലായല്ലേ? എല്ലാ തെളിവ് കൂടി നശിപ്പിച്ച് ഒന്നുമില്ലാതെ അവസാനിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ വിവിധ സംഘടനകൾ നടത്തിയ സമരങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 1587 എണ്ണം ഇനിയും പിൻവലിക്കാനുണ്ടെന്ന് സർക്കാർ. നിയമസഭയിൽ AP അനിൽകുമാറിന് മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ 2634 കേസുകളിലായി 29,119 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മറുപടിയിൽ പറയുന്നു. തുടർ നടപടികൾ ഒഴിവാക്കിയതിലും
പിൻവലിക്കാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതുമായ കേസുകളുടെ എണ്ണം 1047 692 കേസുകൾ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ സെപ്റ്റംബർ 16 മുഖ്യമന്ത്രിയോട് AP അനിൽകുമാർ MLA ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ മറുപടി ലഭിച്ചില്ല. മുഖ്യമന്ത്രിയുടെ നടപടി ചോദ്യം ചെയ്ത് AP അനിൽകുമാർ സ്പീക്കർക്ക് പരാതി നൽകി. ഇതേ തുടർന്ന് 2 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. 2021 ഫെബ്രുവരിയിൽ ശബരിമല പൗരത്വ പ്രക്ഷോഭ സമര കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയം നടക്കുമ്പോൾ സ്ത്രീകൾ സന്നിധാനത്തെത്തുകയാണെങ്കിൽ നടയടച്ചിടാൻ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നിയമോപദേശം നൽകിയത് താനാണെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷനും ഗവർണറുമായ PS ശ്രീധരൻപിള്ള. നട അടച്ചിടുന്നത് കോടതിയെ ലക്ഷ്യമാകില്ലെന്നും ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനം ആകില്ലെന്നും താൻ തന്ത്രിയോട് പറഞ്ഞു. സീസണിലായി ഏറ്റവും അധികം വിശ്വാസികൾ വരുന്നത് ശബരിമലയിലാണ്. അവിടെ സർക്കാർ സ്പോൺസേർഡായി നടത്തിയ സ്കീം പരാജയപ്പെട്ടുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമല സമരവും സുവർണ അവസര വിധിയും എന്ന തന്റെ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്ത്രി കണ്ഠരര് രാജീവരെ കാണാൻ താഴ്മൻ മണ്ഡലത്തിലെത്തിയതായിരുന്നു അദ്ദേഹം. പുതിയ 2 പുസ്തകങ്ങൾ പ്രകാശനത്തിന് മുന്നോടിയായി തന്ത്രിക്ക് നൽകാനാണ് വന്നത്. പുസ്തകത്തിലെ ഒരു അധ്യായം തന്ത്രിയെക്കുറിച്ച് ഉള്ളതാണെന്നും അതിൽ തന്ത്രിക്ക് ഉപദേശം കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അടച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് രാവിലെ ഒരു തത്വദിശയുമില്ലാതെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2 സ്ത്രീകളെ, രഹന ഫാത്തിമ, കവിത, ഈ 2 പേരെയും, കവിത ജക്കാല, ഇവർ 2 പേരെയും അന്ന് അണിയിച്ചൊരുക്കി പോലീസ് യൂണിഫോം ഇട്ട് അവരെ 18-ാം പടിയുടെ നട വരെ കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചു. സ്റ്റേറ്റ് സ്പോൺസേഡ് യാത്രയായിരുന്നു അത്. അവരുടെ ഇരുമടിക്കെട്ട് തുറന്ന ആളുകൾ, അത് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിനുള്ളിലുണ്ടായിരുന്ന എന്തൊക്കെയാ ഞാൻ പറയാൻ അറയ്ക്കുകയാണ്. അങ്ങനെ ചീറ്റിപ്പോയി കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം പറഞ്ഞു തന്ത്രിക്കെതിരെ പ്രോസിക്യൂഷൻ എടുക്കാൻ. ഈ പുസ്തകം ഇപ്പോഴത്തെ ഈ തർക്കമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയതാണ്. ഞാൻ അതിൽ ഒരു ചാപ്റ്റർ അദ്ദേഹത്തെ കുറിച്ചാണ്. ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. തന്ത്രിക്കെതിരെ ഒരു തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് BJP നേതാവ് സന്ദീപ് ബചസ്പതി. കോടതിയുടെ ഉത്തരവിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട്. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ സർക്കാരിന്റെ താൽപര്യം എന്താണെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മറുപടി പറഞ്ഞേ മതിയാകൂവെന്നും സന്ദീപ് ബചസ്പതി പറഞ്ഞു. ആ 2 കേസിലും ഒരു തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് പ്രോസിക്യൂഷന്റെ ഭാഗമായ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മറുപടി പറഞ്ഞേ മതിയാവുകയും. കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമായുണ്ട്, തന്ത്രി എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ പല നിർദ്ദേശങ്ങളും അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുസരിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ലാത്ത ഒരാളാണ് തന്ത്രി. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശത്തെ അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥപ്പെട്ട തന്ത്രിക്കെതിരെ കേസെടുത്തത് ദുരൂഹമാണ്. ആ ദുരൂഹത എന്നുള്ളത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി സനാതന ധർമ്മ വിശ്വാസത്തോട്, ക്ഷേത്രങ്ങളോട് പുലർത്തി വരുന്ന നിഷേധാത്മകമായ ശത്രുതാപരമായ നിലപാടിന്റെ ഭാഗം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ താൽക്കാലികക്കാരുടെ സ്ഥിരപ്പെടുത്തൽ ഹൈക്കോടതി തടഞ്ഞു. ജനുവരി 3 ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് സ്റ്റേ ചെയ്തത്. ചീഫ് സെക്രട്ടറിയോട് കോടതി വിശദീകരണം തേടി. സർക്കാർ ഉത്തരവ് കോടതിയലക്ഷ്യമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. 10 വർഷമായി ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് വരുന്നവരുടെ സ്ഥിരപ്പെടുത്തുന്നതിനായിരുന്നു സർക്കാർ നീക്കം. സർക്കാർ അനുവദിച്ച തസ്തികകളിൽ നിയമിച്ച താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താമെന്നും മേലിൽ ആരെയും സ്ഥിരപ്പെടുത്തരുതെന്നുമായിരുന്നു കോടതിയുടെ മുൻ ഉത്തരവ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശികയുടെ ആദ്യ ഗഡു അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 10% കുടിശ്ശികയാണ് അനുവദിച്ചത്. വർദ്ധിപ്പിച്ച DA മാർച്ചിൽ ശമ്പളത്തോടൊപ്പം നൽകും. 13% കുടിശ്ശിക ഉണ്ടായിരുന്നത്. ഇത് ഗഡുക്കളായി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ക്ഷാമബത്തയിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്ത് തീർക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 35% ക്ഷാമബത്തയാണ് ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്നത്. 22% കൊടുത്തുകൊണ്ടിരുന്നത്. കുടിശ്ശിക ഉണ്ടായിരുന്ന 13% കഴിഞ്ഞ ആഴ്ച 3% അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ
10% കുടിശ്ശിക കൂടി അനുവദിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശികയുടെ ആദ്യ ഗഡു അനുവദിച്ചിരിക്കുകയാണ്. അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 10% കുടിശ്ശികയാണ് അനുവദിച്ചിരിക്കുന്നത്. വർദ്ധിപ്പിച്ച DA മാർച്ചിലെ ശമ്പളത്തോടൊപ്പം തന്നെ നൽകും. 13% കുടിശ്ശിക ഉണ്ടായിരുന്നത്. ഇത് ഗഡുക്കളായി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ക്ഷാമബത്തയിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 35% ക്ഷാമബത്തയാണ് ജീവനക്കാർ ലഭിക്കേണ്ടിയിരുന്നത്. 22% കൊടുത്തുകൊണ്ടിരുന്നത്. കുടിശ്ശിക ഉണ്ടായിരുന്ന 13%-ൽ കഴിഞ്ഞയാഴ്ച 3% അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 10% കൂടി കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നുണ പറയൽ മത്സരം സംഘടിപ്പിച്ച് DYFI എറണാകുളം ജില്ലാ കമ്മിറ്റി. എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത മത്സരാർത്ഥികൾക്കൊപ്പം നിരവധി ചെറുപ്പക്കാരും പങ്കാളികളായി. നിശ്ചിത സമയത്തിൽ VD സതീശൻ പറഞ്ഞ പരമാവധി നുണകൾ പറയുക എന്നതാണ് മത്സരമെന്ന് DYFI പറഞ്ഞു. ഓരോ മത്സരാർത്ഥിക്കും 2 മിനിറ്റ് വീതം സമയമാണ് അനുവദിച്ചത്. മത്സരത്തിൽ 11 വാദങ്ങൾ പറഞ്ഞ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായ സഫ്വാൻ ഒന്നാമതും 10 വാദങ്ങൾ പറഞ്ഞ അധീന രണ്ടാമതും എത്തി. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത്, പ്രസിഡന്റ് നിഖിൽ ബാബു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മിനു സുകുമാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ബിബിൻ വർഗീസ്, അമൽ സോഹൻ, മനീഷ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മത്സരത്തെ തുടർന്ന് സതീശൻ പറഞ്ഞ നുണകളും യഥാർത്ഥ വസ്തുതകളും എന്ന വീഡിയോ പ്രദർശനവും സംഘടിപ്പിച്ചു. റാന്നി പുതിയ ബൈപ്പാസ് റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു. റാന്നി പെരുമ്പുഴയിൽ 47 കോടി രൂപ ചെലവിലാണ് പദ്ധതി. കിഫ്ബിയുടെ സഹായത്തോടെയാണ് നിർമ്മാണം. 14.7 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുവദിച്ചു. നിർമ്മാണോദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. പാലം മലയോര മേഖലയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മൾ കിഴക്ക്, പടിഞ്ഞാറ്, ഇടനാട് എന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾക്ക് അറുതി വരുന്ന തരത്തിലേക്കുള്ള വലിയ തീരുമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ വികസന രംഗത്ത് വരുന്നത്. തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെ MC റോഡിന്റെ ആദ്യ ഭാഗം ഏറ്റവും തിരക്കുള്ള റോഡാണ്, പഴയ റോഡാണ്, രാജാവിന്റെ കാലത്തുള്ള റോഡാണ്. അവിടെ 5400 കോടിയാണ് ഈ ബഡ്ജറ്റിൽ കിഫ്ബി വഴി ആ റോഡ് 4 വരി പാതയാക്കാൻ മാറ്റിവെച്ചിരിക്കുന്നത്. 1900 കോടിയാണ് സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി വഴി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശബരി റെയിൽവേ വരും എന്നുള്ള ഉറപ്പാണ്. തൊട്ടപ്പുറത്ത് എരുമേലിയിലെത്തും. നാടിന് സമർപ്പിക്കുമെന്ന് MLA അറിയിച്ചു. ജനപ്രതിനിധികളും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ P. മുഹമ്മദ് റിയാസ് ഇവിടെ ഓൺലൈനായിട്ട് അറിയിക്കുന്നതാണ്. എഴുത്തുകാരൻ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിൽ എഴുത്തുകാരി MA ഷഹനാസിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും നടപടി സ്വീകരിക്കാത്ത പോലീസ് ഇൻസ്പെക്ടർക്ക് കോടതി മെമ്മോ അയച്ചു. നേരത്തെ ഷഹനാസിനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. തുടർച്ചയായി സമൻസ് അയച്ചിട്ടും കോടതിയിൽ ഹാജരാക്കാത്തതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. കോഴിക്കോട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 വാറന്റും മെമ്മോയും പുറപ്പെടുവിച്ചത്. പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ. തൃശൂർ താന്യം സ്വദേശി യദു ആണ് ഇക്കഴിഞ്ഞ ജനുവരി 5 അറസ്റ്റിലായത്. തൃശൂർ സിറ്റി സൈബർ പോലീസിന് ലഭിച്ച എറണാകുളം സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. 3 പെൺകുട്ടികളുടെ പരാതി കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യദുവിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. കൂടുതൽ പേരെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചതായും ഇതിൽ പോക്സോ കേസുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുമാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇരകളുടെ സ്വകാര്യത മാനിച്ച് കേസിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും ആദ്യ കേസിൽ അറസ്റ്റിലായ പ്രതിക്കെതിരെ മറ്റ് പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു.
തൃശൂർ പുതുക്കാട് ഹോളിഡേ പാർക്ക് ബാർ ഹോട്ടലിൽ ഉണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച 10 മണിയോടെയായിരുന്നു സംഭവത്തിൽ 4 യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി. കൊടകര സ്വദേശി വിഷ്ണു, വാസുപുരം സ്വദേശി ആയുഷ്, ചാലക്കുടി സ്വദേശി ജോർജ്, കുറ്റിക്കാട് സ്വദേശി അജിത് എന്നിവരാണ് പിടിയിലായത്. ഓട്ടോ വിളിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവറായ മോഹനെ ഇവർ മർദ്ദിക്കുകയായിരുന്നു. പിടിച്ചുമാറ്റാൻ ചെന്ന പുതുക്കാട് സ്വദേശി തങ്കപ്പനെയും യുവാക്കൾ മർദ്ദിച്ചു. മർദ്ദനത്തിൽ തങ്കപ്പന്റെ മുഖത്ത് പരിക്കേറ്റു. പിന്നാലെ സംഭവത്തിൽ ഇടപെട്ട പുതുക്കാട് സ്വദേശി ബിജോയെ യുവാക്കൾ ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നു. വയറ്റിൽ കുത്തേറ്റ ബിജോ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബാർ കോമ്പൗണ്ടിൽ നിർത്തിയിട്ട ബൈക്കുകൾ മറിച്ചിടുകയും ലൈറ്റുകൾ തകർക്കുകയും ചെയ്ത യുവാക്കൾ വഴിയോരത്ത് പാർക്ക് ചെയ്ത 2 പിക്കപ്പ് വാനുകളുടെ ചില്ലുകളും തകർത്തു. തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ. പുന്നിയൂർക്കുളം കടിക്കാട് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ TV വിനോദാണ് അറസ്റ്റിലായത്. ROR ശരിയാക്കുന്നതിലും നികുതി അടയ്ക്കുന്നതിലും 5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഒടുവിൽ 2.5 ലക്ഷം രൂപ നൽകാമെന്ന പരാതിക്കാരനുമായി ധാരണയുണ്ടാക്കി. ഓഫീസിലെ മേശയുടെ ഫയലിനകത്ത് വെച്ച പണമാണ് വിജിലൻസ് പിടിച്ചെടുത്തത്. പ്രതി വിജിലൻസ് കസ്റ്റഡിയിലാണ്. ഇനി നോക്കാം സ്വർണ്ണ വില നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,315 രൂപ, പവന് 1,14,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,820 രൂപ, പവന് 94,560 രൂപ. വെള്ളി ഗ്രാമിന് 270 രൂപ, കിലോ 2,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. Admissions are now open for the academic year 2026-2027 at Sancho's Metropolitan School, Thalassery. Hurry, enroll today. Registrations are open for pre-KG to 9th standard. Limited seats available. For more details, call 0490-2327-944. Visit our campus at Holloway Road, Thalassery, or log on to www.smstly.edu.in. ധനലക്ഷ്മി
ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുൻ പോലീസുകാരൻ ഫിലിപ്പ് മമ്പാടിനെതിരായ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി. നിലമ്പൂർ ഡിവൈഎസ്പി വി ലതീഷിനാണ് അന്വേഷണ ചുമതല. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉത്തരവിറക്കി. ഫിലിപ്പ് മമ്പാടിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പ്രതി കരുതിക്കൂട്ടി പെൺകുട്ടിയെ കൊണ്ടുപോയെന്നും സംഭവത്തിന് പിന്നാലെ അതിജീവിതയുടെ കുടുംബവുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മോട്ടിവേഷണൽ സ്പീക്കറായ ഫിലിപ്പ് കാഞ്ഞങ്ങാട്ടെ ഹോട്ടലിലെത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. ഫിലിപ്പ് റൂം എടുത്തത് സർവീസിലുള്ളപ്പോൾ ഉപയോഗിച്ചിരുന്ന ID കാർഡ് കാണിച്ചാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബാർ സമയം കൂട്ടിയതിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി എക്സൈസ് മന്ത്രി MB രാജേഷ്. പ്രതിപക്ഷം അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ആരാണ് ബന്ധപ്പെട്ടതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും MB രാജേഷ് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവർക്ക് കത്തിക്കാനൊരു കോലം കിട്ടണമെങ്കിൽ ഇരുന്നോട്ടെ, അതിലൊന്നും നമുക്ക് വലിയ ആക്ഷേപമില്ല. ആ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പോയി. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കണം. മങ്കട സദാചാര കൊലക്കേസിൽ 5 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഷറഫുദ്ദീൻ, 2-ാം പ്രതി അബ്ദുൾ ഗഫൂർ, 3-ാം പ്രതി അബ്ദുൾ നാസർ, 4-ാം പ്രതി സക്കീർ ഹുസൈൻ, 5-ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ്. 2016 ജൂൺ 28-ന് സദാചാര പോലീസിംഗ് ചമഞ്ഞ മങ്കട കൂട്ടിൽ നസീർ ഹുസൈനെ മർദ്ദിച്ചു കൊന്നു എന്നതാണ് കേസ്. സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയതിന്റെ പേരിലായിരുന്നു മർദ്ദനം. ഒരാളെ 2 അടി അടിച്ച് ഒഴിവാക്കുകയല്ലോ, ഒരാളെ ക്രൂരമായിട്ട് അവിടെ ഇട്ട് തല്ലി ഇങ്ങനെയൊക്കെ അത് ആ വീഡിയോ കാണുമ്പോഴേ അതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ, അതിൻ്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ. 2 മണിക്കൂറോളമാണ് ഒരു മനുഷ്യനെ 5-8 പേര് കൂടിയിട്ട് തല്ലുന്നത്. ഒടിഞ്ഞ വടി മാറ്റി പിന്നെ വിറക് വരെ പോയി വടി എടുത്തുകൊണ്ട് വന്ന് തല്ലുകയായിരുന്നു. ഇപ്പോൾ ഈ കേസിലെ തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ മുറിയൊക്കെ അവിടെ അടുത്ത് ചോരയൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്. അത് ഈ സയൻറ്റിഫിക് എക്സ്പേർട്ട് വന്നിട്ടാണ് ഈ കഴുകിയ ചോരയൊക്കെ കണ്ടെത്തുന്നത്. അവിടെ വളരെ ശ്രമകരമായിരുന്നു. ആരും ഈ നാട്ടിൽ നടക്കുന്ന എല്ലാവരും നാട്ടുകാരാ, 2 കൂട്ടരും നാട്ടുകാരാ. സാക്ഷി പറയാനൊന്നും ആരും തയ്യാറാകുകയില്ല ഇതിനൊന്നും. തെളിവ് നശിപ്പിക്കാൻ ഒന്നോർത്ത് നോക്കാം. ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് അവർക്ക് എന്തും കാണിക്കുകയല്ലേ, അവർക്ക് ഒരു ഭയവുമില്ല, ആരെ എന്തും കാണിക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പോലീസ് ശക്തമായിട്ട് ഇടപെടേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അവർ അറിഞ്ഞപ്പോൾ തന്നെ അവർ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ. ശരിയായ രീതിയിൽ കോടതിയിൽ വന്ന മൊഴി നൽകിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ 8 പേർക്കും ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. 6, 7, 8 പ്രതികളെ വെറുതെ വിടുകയാണ് ചെയ്തത്. അത് കോടതിയിൽ സാക്ഷി മൊഴികളുടെയും തെളിവുകളുടെയും അതിൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി അനുസരിച്ചാണ് അവരെ വെറുതെ വിട്ടത്. മലപ്പുറം ജില്ലയിൽ 2016 ഉണ്ടായ ഒരു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. മങ്കട കൂട്ടിൽ എന്ന പ്രദേശത്ത് നസീർ ഹുസൈൻ എന്ന് പറയുന്ന ആളെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. കൊലപാതക കേസായിരുന്നു അത്. അപ്പോൾ ആദ്യം ഇതൊരു സദാചാര കൊലപാതകം ആണ് എന്നുള്ള ഒരു മാനമായിരുന്നു അതിലുണ്ടായിരുന്നത്. കരുതലോടുകൂടിയും നിഷ്പക്ഷമായ അന്വേഷണമാണ് നടത്തിയത്. അതിൽ നമുക്ക് തെളിവായി കിട്ടിയത് ശാസ്ത്രീയമായ തെളിവുകളുണ്ടായിരുന്നു, ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകളുണ്ടായിരുന്നു, സാക്ഷിമൊഴികളും ഉണ്ടായിരുന്നു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പരത്തി പരസ്യ ചിത്രീകരണം നടത്തി. ലൈലാക് ഹോട്ടലിന്റെ പരസ്യത്തിന് വേണ്ടിയാണ് ശ്രീകോവിലിന് മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തിയ ഇടത്താണ് ചിത്രീകരണം നടന്നത്. പോലീസിന്റെയോ ദേവസ്വം അധികൃതരുടെയോ അറിവില്ലാതെയായിരുന്നു ഈ ഒരു ചിത്രീകരണം. ചിത്രീകരിച്ച പരസ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. കർശന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നിരോധനം നിലനിൽക്കെയാണ് പരസ്യ ചിത്രീകരണം. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ദേവസ്വം അധികൃതരുടെ വിശദീകരണം. സസ്പെൻഷനിലായ 6 ഡിവൈഎസ്പിമാരെ തിരിച്ചെടുക്കുന്നതിൽ നിബന്ധനയുമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് തടസ്സമാകരുത്. ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും ആഭ്യന്തര വകുപ്പിനോട് DGP ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ സസ്പെൻഷനിലായ കോഴിക്കോട് വടകര ഡിവൈഎസ്പി ഉമേഷ് അടക്കം 6 പേരെ തിരിച്ചെടുക്കാൻ പോലീസിൽ നീക്കം തുടങ്ങിയത്. 6 പേരെയും കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി തിരിച്ചെടുക്കാനുള്ള അപേക്ഷ എഴുതി വാങ്ങിയിരുന്നു. ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് 6 പേരെ തിരിച്ചെടുക്കുന്നത്. പോക്സോ കേസിൽ പ്രതിയായ ഡിവൈഎസ്പിയും മദ്യപിച്ച വാഹനം ഓടിച്ചതിന് സസ്പെൻഷനിലായ ഡിവൈഎസ്പിയുടെ തിരിച്ചെടുക്കുന്നവരുടെ പട്ടികയിലുണ്ട്. 6 ഡിവൈഎസ്പിമാർക്ക് എതിരെയും വകുപ്പ് തല അന്വേഷണം തുടരുകയാണ്. NDAയും UDFും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നതോടെ സീറ്റ് ചർച്ച വേഗത്തിലാക്കാൻ ഇടതുമുന്നണിയും നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗം ചേരും. ഇതിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിക്കാൻ ശനിയാഴ്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നടക്കും. നിലവിലെ സീറ്റുകൾ അതത് കക്ഷികൾക്ക് തന്നെ നൽകാമെന്ന പൊതുധാരണയാണ് CPIMനുള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. CPIMലെ സ്ഥാനാർത്ഥി നിർണയം കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. മുന്നണി യോഗത്തിൽ സീറ്റ് ചർച്ച ഉണ്ടാകില്ലെന്നും പൊതു അഭിപ്രായങ്ങൾക്ക് ശേഷം ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റുകൾ നിശ്ചയിക്കാനാണ് സാധ്യത. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി കൽപ്പറ്റ എൽസൺ എസ്റ്റേറ്റിൽ സർക്കാർ നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൈമാറുന്ന 178 വീടുകൾ ആർക്കൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് നറുക്കെടുപ്പ്. ലഭിച്ച വീടുകളുടെ അടിസ്ഥാനത്തിൽ പട്ടയവും വൈദ്യുതി കണക്ഷനും ഉൾപ്പെടെ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നൽകും. വീട് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസുകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മാസം 25-നാണ് ആദ്യഘട്ടത്തിലെ വീടുകളുടെ താക്കോൽദാനം. മുഖ്യമന്ത്രിയാണ് താക്കോൽദാനം നടത്തുക. ടൗൺഷിപ്പിലെ മറ്റു വീടുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. വീടുകൾക്ക് പുറമെ ദുരിതത്തിൽ കടകളും സംരംഭങ്ങളും നഷ്ടമായവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി OR കേളു വേദിയിൽ പ്രഖ്യാപിച്ചു. നമ്പർ എന്ന് പറയുന്നത് ക്രമനമ്പറാണ്. അത് ഈ ലോട്ടിന്റെ ക്രമനമ്പറാണ്, വീടുമായി ബന്ധമില്ല. അതിന്റെ തൊട്ട് താഴെയുള്ള ഡിജിറ്റ് അത് 3 പാർട്ടാണ്. 5 സോണുകളായാണ് വീടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നിവിടെ സൂചിപ്പിച്ചു. ക്ലസ്റ്ററിനെ സൂചിപ്പിക്കുന്നു. 3ാമത് ആ ക്ലസ്റ്ററിലെ പ്ലോട്ട് നമ്പറിനെ സൂചിപ്പിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് 2 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. നാളെയും മറ്റന്നാളും വിവിധ തെക്കൻ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് നാളെ മഞ്ഞ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ മുന്നറിയിപ്പാണ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ഫെബ്രുവരി 24 വരെ മഴ ലഭിച്ചേക്കും എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. AI ഉച്ചകോടി വേദിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യ-US വ്യാപാര കരാറിനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രതിഷേധം. പ്രധാനമന്ത്രി വിട്ടുവീഴ്ച ചെയ്തു, ഇന്ത്യ-US വ്യാപാര കരാർ, എപ്സ്റ്റീൻ ഫയൽസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ടീഷർട്ട് ധരിച്ചായിരുന്നു പ്രതിഷേധം.
ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്തുന്നത് പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ സമാധാനം പുലരാനുള്ള ട്രംപിന്റെ പദ്ധതിയായ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. വരുന്ന 10 ദിവസത്തിനുള്ളിൽ യുഎസുമായി ചർച്ചകൾ പൂർത്തീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം അമേരിക്ക ഒരു അടി കൂടി മുന്നോട്ട് വയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞു. നിലവിൽ യുഎസ് തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണിയോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കുമെന്ന ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. അമേരിക്കൻ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ വിവാദ ഫയലുകളിൽ പേര് പരാമർശിക്കുന്ന ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റർ വിൻഡസറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. എപ്സ്റ്റീൻ ഫയലുകളിൽ പരാമർശം വന്നതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. സർക്കാർ ഔദ്യോഗിക രേഖകൾ ആൻഡ്രൂ മൗണ്ട് ബാറ്റർ എപ്സ്റ്റീന് കൈമാറിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കിഴക്കൻ ഇംഗ്ലണ്ടിലെ സാൻഡ്രിഗം ഹോം എസ്റ്റേറ്റിൽ നിന്നും ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ ചിത്രമടക്കം പുറത്തു വന്നിരുന്നു. ചാൾസ് രാജാവിന്റെ ഇളയ സഹോദരനാണ് 66-കാരനായ ആൻഡ്രൂ. പശ്ചിമ ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പുനരവലോകനത്തിന് ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സംസ്ഥാനത്ത് സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിനിടെയാണ് കോടതി ചൂണ്ടിക്കാട്ടി. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെന്ന് കോടതി വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരെ ഒഴിവാക്കുകയാണെന്ന മമതാ ബാനർജിയുടെ ഹർജിയിലാണ് ഉത്തരവ്. ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പരാതികളും എതിർപ്പുകളും പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ജില്ലാ ജഡ്ജിമാരെ മുൻ വിരമിച്ചവരെയും നിയമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിൽ റാപ്പർ വേടന്റെ പരിപാടിക്കിടെ ഫ്ലഡ് ലൈറ്റ് ടവറിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസം. ആന്തൂരിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് സമാപന വേദിയിലാണ് സംഭവം. പരിപാടി കാണാനെത്തിയ ആളാണ് ഫ്ലഡ് ലൈറ്റ് ടവറിൽ കയറിയത്. പ്രോഗ്രാം നടക്കുന്നതിനിടെയാണ് ഉയരത്തിലുള്ള ഫ്ലഡ് ലൈറ്റ് ടവറിന് മുകളിൽ കയറി അപകടകരമായ രീതിയിൽ യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വേടൻ പാട്ട് നിർത്തി ഇയാളോട് താഴെ ഇറങ്ങാൻ പറയുകയായിരുന്നു. പോലീസും വേടനും ഏറെ നേരം ശ്രമിച്ചാണ് ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയത്. ചേട്ടാ സ്റ്റേജിൽ നോക്കൂ. ചേട്ടാ ഇവിടെ നോക്കൂ. സാബുവാ ആളുടെ പേരാ സാബു. ചേട്ടാ ഒന്ന് കാണാറുണ്ടോ പ്ലീസ്. പോലീസുകാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇറങ്ങണ താങ്ക്സ്. പത്തനംതിട്ട ഏനാത്ത് ഡെലിവറി വാനും മിനി ലോറിയും കൂട്ടിയിടിച്ചു. ഇഷ്ടിക കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡെലിവറി വാൻ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു.